എൻ്റെ പേര് ശിവൻകുട്ടി. ഞാൻ ഒരു പ്രവാസിയായിരുന്നു. ഏതാണ്ട് 30 വർഷത്തോളം ഗൾഫിലായിരുന്നു. അതിനുശേഷം 2005 വന്ന് കൃഷിയോട് താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് 4-5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ കൃഷി ചെയ്തു. കൃഷിയിലിറങ്ങി ഇത് ലാഭം എന്ന് പറയുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ലാഭം ഉണ്ടാകും. കർഷക തൊഴിലാളികളെ നിർത്തിയിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ കാര്യമായ ലാഭമൊന്നും ഉണ്ടാക്കില്ല. കാരണം വർദ്ധിച്ചു വരുന്ന ജോലിക്കൂലി 2005 ഞാൻ വരുമ്പോൾ 150 രൂപയായിരുന്നു ഒരാളുടെ വേതനം, ഒരു ദിവസത്തെ കൂലി എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 1000 രൂപയിൽ മേലായി. പിന്നെ വളത്തിൻ്റെ വില പറഞ്ഞിരുന്നാൽ എല്ലുപൊടിയൊക്കെ 7-8 രൂപ വില കടന്നത് ഇപ്പം 45-50 രൂപയായിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ പിന്നെ മറ്റ് രാസവളങ്ങളുടേതാണെങ്കിലും എല്ലാം തന്നെ വില വർധനവ് കാര്യമായിട്ട് ഏതൊരു കർഷകനെയും ബാധിക്കുന്ന, ഒരാളെ മാത്രമല്ല എല്ലാ കർഷകരെയും ബാധിക്കുന്ന കാര്യമാണിത്. പിന്നെ കൃഷിയോട് വല്ലാത്ത ഒരു ഭ്രമം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃഷി തുടങ്ങിയത്. പിന്നെ ഭൂമി വെറുതെ ഇട്ടേക്കണ്ട, റബ്ബർ കൃഷിയായിരുന്നു. ഇപ്പം ഞാൻ ഏതാണ്ടൊരു 3 ഏക്കർ സ്ഥലത്തോളം കൃഷി ചെയ്യുന്നുണ്ട്. എന്ത് തരത്തിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്? ഞാൻ ഇപ്പോഴെനിക്ക് വാഴയാണ് മെയിനായിട്ടുള്ളത്. അതിന് പ്രചോദനം തന്നതെന്ന് പറഞ്ഞിരുന്നാൽ കൃഷിഭവനിൽ നിന്ന് പറഞ്ഞ് വാഴ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ റബ്ബർ കൃഷി തീർച്ചയായിട്ടും റബ്ബർ കൃഷി ലാഭകരമാണ്. പക്ഷേ അതും ഈ പറയുന്ന പോലെ സ്വന്തമായിട്ട് ടാപ്പ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം അതിൽ നിന്നും വേണ്ട രീതിയിലുള്ള ആദായം കിട്ടുകയോ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുകയോ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് റംബുട്ടാൻ ഫ്രൂട്ട്സ് ഐറ്റംസ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ 2 ഏക്കർ സ്ഥലം, 2 ഏക്കറിൽ മേലുള്ള സ്ഥലം, അവിടെ ഉണ്ടായിരുന്ന റബ്ബർ വെട്ടി മാറ്റിയിട്ട് 2 പ്ലാറ്റ്ഫോം ഒന്നാക്കി അതിലിപ്പം റംബുട്ടാൻ ഒരു 95 തരം റംബുട്ടാൻ വെച്ചിട്ടുണ്ട്. ഇല്ല, ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ വാഴ ഏതാണ്ട് 800 മൂട് വാഴയോളം വെച്ച്. അപ്പം വെള്ളത്തിൻ്റെ സൗകര്യം അവിടെ ഇല്ല. വെള്ളത്തിന് വേണ്ടിയിട്ട് കിണർ കുത്തി, അത് പരാജയപ്പെട്ടു. അങ്ങനെ വാഴ വെച്ച് ഒരു 4 മാസത്തിന് ശേഷമാണ് ഒരു മഴ പെയ്യുന്നത്. അതുകൊണ്ട് വളം ചെയ്യാൻ സാധിച്ചില്ല. മഞ്ചേരിക്കുള്ളൻ എന്ന് പറയുന്ന ഒരു ഇനം കുറച്ച് വെച്ച്, അത് 10-350 ഉള്ളു, അല്ലാത്തത് നാട്ടിനാണ്. അത് 4 മാസം കൊണ്ട് അതിൻ്റെ വളം പൂർണ്ണമായിട്ടും ഇടണമെന്നാണ് പറയുന്നത്. ഈ 4 മാസക്കാലം മഴയില്ലാഞ്ഞത് കാരണം വെറും ചാണകം മാത്രം ഇട്ടു. പിന്നെ പലയിടത്തും നടന്ന് ഈ വട്ടത്തോല് പോലുള്ളതൊക്കെ കൊണ്ട് അതിൻ്റെ ചവിട്ടി തണലിട്ട്, എന്തായിരുന്നാലും ഒരു മഴ പെയ്ത് കഴിഞ്ഞ് 1-2 വളം ഇട്ട് കഴിഞ്ഞപ്പോൾ അതെല്ലാം കൊലച്ചു. പക്ഷേ കൊലയൊക്കെ വളരെ ചെറുതായിപ്പോയി. ചേട്ടന് ഇത്രയും കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് ഗവൺമെൻറ്റിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഉപഹാരങ്ങളോ അവാർഡുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഞാൻ 2005 ഗൾഫിൽ നിന്ന് ഇവിടെ എത്തുന്നത്. അന്ന് എനിക്ക് ഈ കുറേ ഭൂമി ഉണ്ടായിരുന്നു. ആ സമയത്ത് അതൊക്കെ റബ്ബറൊക്കെ വെച്ച് ആ വർഷം റബ്ബറിനകത്ത് ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ മറ്റ് കൃഷികൾ ചെയ്യുന്നത് ഞാനാണെന്ന് പറയാം ഈ പ്രദേശത്ത്. അത് ചെയ്യുന്നതൊക്കെ നന്നായിരിക്കണമെന്നൊരു വല്ലാത്ത ഒരു മോഹവും വാശിയൊക്കെ ഉണ്ട്. അതിൻ്റെ പേരിൽ അന്നും എനിക്ക് ഇതുപോലെ ഏറ്റവും നല്ല കർഷകനായിട്ട് തിരഞ്ഞെടുത്ത് പൊന്നാടിയും ഒക്കെ കിട്ടി. പിന്നീട് ഈ സ്ഥലത്ത് ഈ സ്ഥലത്തെ MLA രാജഗോപാലൻ KCR എന്ന് പറയപ്പെടുന്ന MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് ആദ്യം പൊന്നാട കിട്ടുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശിവദാസൻ നായർ MLA ആയിരിക്കുന്ന സമയത്ത് എനിക്ക് പൊന്നാട കിട്ടി. പിന്നീട് വിപണിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാധനം വിപണനം ചെയ്തതിനുള്ള ഒരു അംഗീകാരം കിട്ടി. പിന്നെ ഈ വർഷം പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകനായിട്ട് തന്നെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിൽ നിന്നാണ് എനിക്ക് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യമുണ്ടായി.
കുടുംബാംഗങ്ങളുടെ പിന്തുണയുണ്ടോ? കുടുംബാംഗങ്ങളുടെ ഞാനും ഭാര്യയേ ഉള്ളൂ ഇവിടെ. മക്കളൊക്കെ വെളിയിലാണ്. ഭാര്യ കഴിയുന്ന സഹായം തീർച്ചയായിട്ടും ഉണ്ട്. എങ്കിലും പഴയതുപോലുള്ള ഈ എല്ലാ കാര്യങ്ങളും കൂടെ നോക്കാനൊക്കില്ല. ഞാൻ ഈ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1-2 പശുക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം പൂർണ്ണമായിട്ടും ഭാര്യയാണ് നോക്കുന്നത്. പിന്നെ കൃഷി ആവശ്യത്തിന് മറ്റ് കാര്യങ്ങളിലെല്ലാം തന്നെ സഹകരണമുണ്ട്. ഇത് നാടൻ പശുവാണ്. ഒരു വെച്ചൂരും പിന്നീട് ഒരു കാസർഗോഡനും, അങ്ങനെ 2 ഇനം പശു ഉണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചിരുന്നാൽ ഇതിൻ്റെ മൂത്രവും ചാണകവും ഒക്കെ ഉപയോഗിച്ചാണ് ഞാൻ കൂടുതലും കൃഷി ചെയ്യുന്നത്. പരമാവധി കീടശല്യം ഉണ്ടായി കഴിഞ്ഞിരുന്നാലും കീടനാശിനികൾ, ജൈവ കീടനാശിനികൾ, അത് ജൈവ മെതേഡാണ്. അത് അധികം രാസവളമില്ല. പക്ഷേ അതിൻ്റെ ദോഷമെന്ന് പറഞ്ഞിരുന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ചിലവുണ്ട്. ആ ചിലവ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിറ്റാൽ കിട്ടത്തില്ല. കാരണം അതിനുള്ള ഒരു ബോധം മനുഷ്യനില്ലെന്ന് വേണമെങ്കിൽ അങ്ങ് പറയാം. കാരണം അവർക്ക് വില കുറച്ച് കിട്ടണം, അത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഈ എത്രമാത്രം കഷ്ടപ്പെട്ടായിരിക്കും ഈ കീടങ്ങളെ ഒഴിവാക്കി നിർത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് നല്ല രീതിയിലൊക്കെ ഉൽപ്പാദനം കിട്ടിയിരുന്നാൽ തന്നെയും നമുക്ക് അതിന് വേണ്ട രീതിയിലുള്ള വില കിട്ടാതെ വരുമ്പം നഷ്ടമല്ലാതെ ലാഭം പ്രതീക്ഷിക്കേണ്ട. ലാഭം പ്രതീക്ഷ കൃഷിയിൽ ആരെങ്കിലും ലാഭമാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നമുക്ക് പറയാനേ കൊള്ളാവൂ. പക്ഷേ ഇപ്പോഴത്തെ ജോലിക്കൂലിയും അതിനൊരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വേണം. അതില്ലാത്തടത്തോളം ഇത് എന്താ പറയുക, ഈ വളത്തിൻ്റെ വില, ജോലിക്കൂലി, പിന്നെ കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങൾ, പിന്നെ ഇത് വിറ്റഴിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ 1000 കിലോ എന്നൊക്കെ ഞാൻ പറയുന്നത് ശരിയല്ല. കാരണം ഒരു മൂട് കപ്പ പറിച്ചിരുന്ന 10 കിലോയോളം തൂക്കം വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു 2000-ൽ കൂടുതൽ കിലോ കപ്പയുണ്ട്. ഈ കപ്പ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കൊടുത്തപ്പോഴും അവർ 35 രൂപ വെച്ച് തരുമായിരുന്നു. മാർക്കറ്റിൽ അന്നേരം 50 രൂപ വിലയുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അവർക്കത് വേണ്ട. അവർക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് വിൽക്കുന്നത് 4 കിലോ 100 രൂപ എന്നുള്ള ആ റേറ്റ് വെച്ചിട്ട് അവർക്ക് കിട്ടുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതാണല്ലോ നല്ലത്. പക്ഷേ അവർക്കറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഈ വലിയ കപ്പ എന്ന് പറയുമ്പോൾ ഒരു 5 കിലോ തൂക്കം വരെ വരുന്ന കിഴങ്ങ് കാണും ചിലപ്പോഴേ. അത് എല്ലാം അത്രയും ഇത് വരുന്നില്ല. എങ്കിലും വേസ്റ്റ് ഇല്ല എന്നും പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞിരുന്ന അതിൻ്റെ ടേസ്റ്റിനെ പറ്റി മനസ്സിലാക്കുന്നവർ അല്ലാത്തതുകൊണ്ട് അവർക്ക് അവരുടെ ലാഭം നോക്കുന്നു, അത്രയേ ഉള്ളൂ. വാഴ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ ശരിക്കും വാഴയുടെ ഉൽപ്പാദനം തീരെ കുറവാണ്. പ്രത്യേകിച്ച് ഈ വിളയ്ക്ക് ഉണ്ടാകുന്ന ചിലവുകൾ, അല്ലെങ്കിൽ ഇത് വിറ്റഴിക്കാനുള്ള മാർക്കറ്റിലെ ഇതിൻ്റെ ഡിമാൻഡ് കുറവ്, ഇതൊക്കെ ഒരു കാരണമാണ്. പക്ഷേ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 3 ഏക്കർ സ്ഥലത്ത് വളരെ ഇടതൂർന്ന ഈ ഒരു വാഴത്തോട്ടം ഉണ്ടാക്കി. അന്നേരം ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് ഇത് പ്രധാനമായിട്ടും നേരിട്ടത്? കാലാവസ്ഥയുടെ ഒരു പ്രശ്നം ചേട്ടൻ പറഞ്ഞു, സാമ്പത്തികമായി ലേബറേഴ്സിനെ ഉപയോഗിച്ചുള്ള ചെയ്യാനുള്ള ഒരു ചിലവിനെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയായിരുന്നു ഇതിനെയൊക്കെ നേരിട്ടത്, ഈ ഒരു ചിലവുകളെയൊക്കെ? ശരിക്കും പറഞ്ഞിരുന്ന ഇതിന് എനിക്ക് കൃഷിഭവനിൽ നിന്നും വല്ലാത്ത ഒരു പ്രേരണയുണ്ടായി. ഈ കൃഷി ചെയ്ത് കണ്ടിന്യൂ കൃഷി ചെയ്യുന്നവർ തന്നെ ആയതുകൊണ്ട് ഇത്രയും വാഴകളൊക്കെ നട്ടു കഴിഞ്ഞിരുന്നാൽ ഉണ്ടായേക്കാവുന്ന നഷ്ടവും ബുദ്ധിമുട്ടും നന്നായിട്ട് അറിയാമായിരുന്നു. പിന്നെ വെള്ളം ഉണ്ടുവെങ്കിൽ നമ്മളിത് ഒക്കെ സഫർ ചെയ്യാം എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെയും പരാജയപ്പെട്ടു പോയി. വെള്ളം കിട്ടാതെ വന്നതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പിന്നെ ഏറ്റവും വലിയ ഈ പത്തനംതിട്ട ജില്ലയിലെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് ഈ പന്നിയുടെ ശല്യമാണ്. എനിക്ക് ഈ പറയുന്നത് പോലെ പന്നിയുടെ ശല്യം ഇവിടെ എല്ലാം തന്നെയുണ്ട്. പന്നി ശല്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫെൻസിങ് ഇട്ട് അതുകൊണ്ട് എത്രയാണ് 365 മീറ്റർ സ്ഥലം ഫെൻസിങ് ഇട്ടിട്ടുണ്ട്. അത്രയും ചെയ്തു. അപ്പോൾ കപ്പയെന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ വളമൊന്നും ചെയ്തില്ലെങ്കിലും നല്ല മണ്ണിളക്കമുള്ള, കാരണം ഇതിൽ ഇവിടെ എന്താണ് JCB ഇട്ടാണ് ഇതെല്ലാം ഭൂമിയെല്ലാം കിളപ്പിച്ചത്. അങ്ങനെ നല്ല മണ്ണിളക്കം ഉള്ളത് കൊണ്ടാണ് കപ്പ ഈ പുല്ലാടൻ കപ്പ തണ്ട് കൊണ്ടുവന്നാണ് ഇട്ടത്. അതിപ്പോഴും ഒരു കപ്പ പിഴുതിരുന്നാൽ 10 കിലോയിൽ കൂടുതൽ തൂക്കം വരും. പക്ഷേ അത് ഇച്ചിരി വണ്ണം കൂടുതൽ, നീളം കൂടുതൽ, എന്നാൽ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 1 കിലോ 2 കിലോ കപ്പയ്ക്ക് ഒരു കടയിൽ വരുന്നവന് ഇതുകൊണ്ട് 3-4 കിലോ ഉള്ളത് കപ്പ കൊണ്ടുവച്ച് വിൽക്കാനൊക്കില്ല. പുല്ലാടനാണ്. നല്ല വിളവാണ്, നല്ല ടേസ്റ്റിയാണ്. ടേസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വരികയാണ്. ഞാനൊരു കടയിൽ കൊണ്ടുവന്നിട്ട് കുറേ കപ്പ കൊടുത്തു. നിങ്ങൾ ആരെങ്കിലും കപ്പ വാങ്ങിക്കാൻ വരുന്നവർക്ക് ഇതോടെ കൊടുത്തു വിട്. അപ്പോൾ അവർ മനസ്സിലാക്കട്ടെ.
പിന്നെ നിങ്ങൾ അതിനൊരു വില നിശ്ചയിച്ച് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് വേണേൽ കുറേശ്ശെ തരാം. ഇത് 12,000 കിലോകളും വരും. കപ്പയല്ലാതെ വേറെ എന്ത് കൃഷിയുണ്ട്? വേറെ ചേനയുണ്ട്, ചേനയുണ്ട്, കാച്ചിലുണ്ട്, ചേമ്പുണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് 95 മൂട് തടം ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എത്ര വർഷം? അതിപ്പോൾ അല്ല, അത് മാസങ്ങളേ ആയുള്ളൂ, 2 മാസമേ ആയിട്ടുള്ളൂ. എല്ലാം ഇടവിളയായിട്ടാണ്? അല്ല, ഡ്രാഗൺ ഫ്രൂട്ടാണ് നമ്മൾ മെയിനായിട്ട് അതിനകത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇടവിളയായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാഴയും അതുപോലെ തന്നെ മറ്റ് കൃഷികളെല്ലാം തന്നെ ഇടവിള കൃഷിയായിട്ട് അത് തൽക്കാലമേ പറ്റുള്ളൂ. ഇനി അടുത്ത വർഷത്തേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിരിക്കുന്നിടത്ത് ഈ കൃഷി ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ശരിയായിട്ട് സൂര്യപ്രകാശം കിട്ടാതെ വന്നിരുന്നാൽ അതിൻ്റെ വളർച്ചയെ അത് ബാധിക്കും. ഇത് താൽക്കാലികമായിട്ട് മാത്രം. ഇപ്പോഴാകുമ്പോൾ കുറച്ചതിന് ഷെയ്ഡും കിട്ടും, നമുക്കതിൽ നിന്നൊരു ആദായവും കിട്ടും. അതുകൊണ്ടാണ് ഈ വാഴ കൃഷി ചെയ്തത്. ഓണക്കാലത്ത് കൊല വെട്ടാൻ പറ്റുമോ? ഇപ്പോൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത വിലയുണ്ട് അല്ലേ? പക്ഷേ ഇപ്പം ഇത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും പുറത്തുനിന്ന് വരുന്ന വയനാടൻ വാഴക്കൊല 2 കിലോ 100 രൂപയെന്നും പറഞ്ഞിട്ട് അവർ കൊണ്ടിട്ട് വിൽക്കുന്നു. അപ്പം വിലക്കുറവാണ് ആൾക്കാർ മെയിനായിട്ട് നോക്കുന്നത്. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നാടൻ കായ അതെ. പിന്നെ വെളിച്ചെണ്ണയുടെ വില വർധനവ് കൊണ്ട് ഈ പണ്ടത്തെ പഴയതുപോലൊന്നും ഉപ്പേരി വറക്കലൊന്നും ഇല്ല എന്നാണ് പലരും പറയുന്നത്. അവർ പറയുന്നത് ഉപ്പേരിയൊന്നും മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ ചില ബുദ്ധിമുട്ടുകളൊക്കെ അവർ ഉണ്ട്. അല്ലാതെ ഇപ്പം പഴയ കാലത്തെ പോലെ കാണാൻ പറ്റും ഓണം ഒന്ന് എന്നുള്ള ആ ഒരു സമീപനമൊന്നും ആൾക്കാരിലില്ല. ആൾക്കാർക്കൊക്കെ വിവരമുണ്ട് ഇപ്പോഴേ. ഓണക്കാലത്തെ പ്രതീക്ഷയോടാണ് കാണുന്നത്. ഓണക്കാലത്തെ പ്രതീക്ഷ. അപ്പം എനിക്കിപ്പം ഒരു 2-3 മാസം കൂടി വാഴക്കൊല വെട്ടത്തക്ക രീതിയിലുള്ള സംവിധാനമുണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ അതിൻ്റെ സ്റ്റെപ്പായിട്ട് വെട്ടത്തക്ക വിധത്തിലൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്.